കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഇന്നുര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഇന്നുര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും. വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും. വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ. എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ. എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചു കേൾക്കാം. 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ
എല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ കയ്യിൻ്റെയും ഹാബേലിൻ്റെയും ആ സംഭവത്തോട് നമുക്ക് അതിനെ ചേർത്ത് ചിന്തിക്കാൻ സാധിക്കും. ഇവിടെ പരീശൻ്റെ ആ ചിന്താഗതിയിലാണ് കയ്യിൽ നിൽക്കുന്നത്, എന്നാൽ ചുങ്കക്കാരൻ്റെ ചിന്താഗതിയിലാണ് ഹാബേൽ നിൽക്കുന്നത്. കയ്യിന് സ്വയം നീതീകരണം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു, ദൈവത്തെ എനിക്ക് ഭക്തി ഉള്ളതുകൊണ്ട് കൊണ്ടല്ലേ ഞാൻ വഴിപാട് കൊണ്ടുവന്നത്, ദൈവത്തെ എനിക്ക് സ്നേഹവും ഭക്തിയും ബഹുമാനവും ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വഴിപാട് കൊണ്ടുവന്നത്. അവന് ന്യായമായിട്ടും അഭിമാനിക്കാൻ വകയുണ്ട്. ഈ പരീശനും അങ്ങനെ തന്നെയാണ്. മറ്റു മനുഷ്യരെ പോലെയല്ല ഞാൻ. അവൻ പറയുകയാണ്, പരീശൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ കർത്താവെ പിടിച്ചുപറിക്കാരെ പോലെയല്ല ഞാൻ, നീതി കെട്ടവരെ പോലെയല്ല ഞാൻ, വ്യഭിചാരികളെ പോലെയല്ല, ശേഷം മനുഷ്യരെ പോലെയൊന്നുമല്ല ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവമേ, പിടിച്ചുപറിക്കാർ, കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. സ്തുതിയുണ്ട്, പുറമേയുള്ള ക്രമപരിപാടി എല്ലാം ഉണ്ട്, സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്. ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നിനക്കറിയാമല്ലോ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നതല്ലേ. നേടുന്നതൊക്കെ ഞാൻ പതാരം കൊടുത്തു വരുന്നു. എനിക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒരംശം ദൈവാലയത്തേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു, പറഞ്ഞതൊക്കെ സത്യമാണ്. അവൻ മറ്റുള്ളവരെ പോലെ മോശമായി ജീവിക്കുന്നവനല്ല, വേറെ വേണ്ടാതിനൊന്നുമുള്ളവനല്ല. അവൻ ചുങ്കാരനെ പോലെ ദ്രവ്യാഗ്രഹിയൊന്നുമല്ല, അവൻ ദുഷ്ടതയുള്ളവനല്ല. ആ ചുങ്കക്കാരനെ പോലെ ദ്രവ്യാഗ്രഹിയായിട്ട് മറ്റുള്ളവരുടെ പണം പിടിച്ചു പറിക്കുന്ന ഒരാളല്ല. പാവപ്പെട്ടവരെ പിഴിഞ്ഞ് കരം വാങ്ങുന്ന ചുങ്കക്കാരനെ പോലെയല്ല. ഞാനൊരു പാപിയാണ് എന്ന് പറയുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ നീതിമാനാണ്. എനിക്ക് നോക്കിയാൽ അഭിമാനിക്കാൻ അനേകം വിഷയങ്ങളുണ്ട്, അനേകം കാര്യങ്ങളുണ്ട്. എല്ലാം അഭിമാന വിഷയങ്ങളാണ്. എനിക്ക് ഇന്ന് ഞാൻ ഓർത്തെനിക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള വകയുണ്ട്. കാരണം ഞാൻ മറ്റുള്ളവരെ പോലെ ശേഷം മനുഷ്യരെ പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ആ പരീശന്മാർ, ക്രൂശിച്ച മഹാപുരോഹിതന്മാർ, ക്രൂശിച്ച യഹൂദ പരീക്ഷകൾ, അവർക്കും പറയാൻ ന്യായങ്ങളുണ്ടായിരുന്നു. അവർ പറയുന്നതിൽ ന്യായം കണ്ടെത്താൻ വകയുണ്ട്. പറയുന്നത് സത്യമായിരുന്നു. ന്യായപ്രമാണ കൽപ്പനകൾ ലംഘിക്കരുതെന്നാണ് മോശയുടെ പ്രമാണം. പക്ഷേ ഇവനോ ശാവതിൽ ശാവത് പ്രമാണിക്കാതെ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നു. രോഗിയോട് എഴുന്നേറ്റ് നടക്കാൻ പറയുന്നു, കിടക്ക എടുക്കാൻ പറയുന്നു. കിടക്ക ചുമക്കുന്നത് ജോലിയല്ലേ, അത് ചെയ്യാൻ പാടില്ല, ശാവ ദിവസമല്ലേ. കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയും. നടക്കാൻ ഇവിടെ അതൊന്നും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. എന്തിന്? പരിശുദ്ധമായിട്ട് ചിന്താഗതി അനുസരിച്ച് മുറ്റത്തൊരു ചെറിയ പ്ലാവില വീണ് കിടന്നാൽ, അല്ലെങ്കിൽ മാവില വീണ് കിടന്നാൽ ഇല എടുത്ത് മാറ്റുന്നത് പോലും അതും ഒരു പാവമാണ്. കാരണം ശാവ ദിവസം പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത്ര കർക്കശ നിയമമാണ്. ഈ പരീശൻ അങ്ങനെയുള്ളവനായിരുന്നു. അവനൊരു പരീശനായിരുന്നു. അവന് തന്നിൽ തന്നെ മതിപ്പുണ്ടായിരുന്നു. തനിക്ക് അഭിമാനകരമായ പല കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ പറയുന്നതൊക്കെ സത്യമാണ് താനും. അതാണ് അത്ഭുതം. അതാണ് അവൻ പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷേ നീതീകരണം കിട്ടിയില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന അംഗീകരിച്ചേയില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല. ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥന എത്തിയില്ല. ഇന്ന് ക്രൈസ്തവ ലോകത്തുള്ള ഒരു മഹാവലിയ കെടുതിയാണ് ഞാനീ പറയുന്നത്. ക്രൈസ്തവ ലോകത്തിന് പറ്റിയിരിക്കുന്ന വലിയൊരു അമളിയാണത്. എല്ലാം ഉണ്ട്. പ്രാർത്ഥനകളുണ്ട്, നമസ്കാരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, മോറാനായ പെരുന്നാളുകളുണ്ട്, നമ്മുടെ പെരുന്നാളുകൾ ഗംഗമമായി നടക്കുന്ന നല്ല സുന്ദരമായ പെരുന്നാളുകളുണ്ട്. ഒരുപക്ഷേ പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിക്കുന്നവർ അവർ പറയുന്നത് പോലെ അവർ രൂപചലവിധികളും നല്ല കഥാപ്രസംഗങ്ങളുണ്ട്, നല്ല നാടകങ്ങളുണ്ട്, നല്ല ഗായക സംഘമുണ്ട്. ഇതെല്ലാം ഉണ്ട്, എല്ലാ വിശേഷങ്ങളുമുണ്ട്. നോക്കിയാൽ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്, ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് നീതീകരണമുണ്ട്. ഇന്നത്തെ പരീശന്മാരെ പോലെ തന്നെ ഇന്നും പരീശന്മാരുണ്ട്. ഇന്നും തങ്ങൾക്ക് തന്നെ നീതിമാന്മാരെന്ന് തോന്നുന്ന ആളുകളുണ്ട്. തങ്ങൾക്ക് തന്നെ വിലപ്പെട്ടവരായിട്ട് തോന്നിയ ആളുകളുണ്ട്. അഭിമാനകരമായ പലതും ഉണ്ട്. ഇന്ന് സെമിനാരികളുണ്ട്, തിയോളജിക്കൽ കോളേജുകളുണ്ട്, ഇന്ന് PhD ഡിഗ്രിയുള്ള അനേകം അധ്യാപകരുണ്ട്. കൊള്ളാമല്ലോ, നല്ലത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം ആഡംബരങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, ആചാരങ്ങളുണ്ട്. വളരെ ഗംഭീരമായ നെടുകിണങ്കൻ പ്രസംഗങ്ങൾ ചെയ്യുന്ന കൺവെൻഷൻ പന്തലുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉണ്ട്. അഭിമാനിച്ചുകൊണ്ട് മനുഷ്യൻ നടക്കുകയാണ്. ഞങ്ങൾ സുവിശേഷത്തോട് ചേർച്ചയുള്ളവർ, സുവിശേഷ വിഹിതരാണ്, സുവിശേഷത്തോട് ചേർച്ചയുള്ളവരാണ്, സുവിശേഷത്തോട് ആഭിമുഖ്യമുള്ളവരാണ്, സുവിശേഷം ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, എന്നാൽ ആ വലിയ അപകടം അവർക്ക് വന്നിരിക്കുന്ന ആരും അറിയുന്നില്ല.
ചില ചടങ്ങുകളിലും ആചാരങ്ങളിലും നിലനിന്ന് പോവുകയാണ്. അതിനപ്പുറത്തേക്ക് ആത്മാവിൻ്റെ ജീവനിലേക്ക് കടക്കുന്നില്ല. പാവപ്പെട്ട ചുങ്കക്കാരനോ അവൻ ദൂരെ നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് നിലവിളിക്കുന്നു, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ, എൻ്റെ കർത്താവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. അവന് പാപബോധമുണ്ട്, തെറ്റുപറ്റി എന്നുള്ള ചിന്താഗതിയുണ്ട്. അയ്യോ അബദ്ധത്തിലായിപ്പോയല്ലോ, ഞാൻ പാപിയാണല്ലോ, ഞാൻ ദ്രവ്യാഗ്രഹിയാണല്ലോ, ഞാനിപ്പോൾ ദേവാലയത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ എനിക്കിവിടെ നിൽക്കാൻ യോഗ്യതയില്ല. സ്തോത്രം, എനിക്കിവിടെ വന്ന് നിൽക്കാൻ യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ പരിശുദ്ധാത്മാവ് തേജസ്സോടെ എഴുന്നള്ളി വരുന്ന രംഗത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങുന്നിടത്ത് എൻ്റെ കർത്താവെ എനിക്ക് നിൽപ്പാൻ അർഹതയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്ന വാക്കുകൾ പറയാൻ, ആ വചനം പറയാൻ എനിക്ക് എൻ്റെ നാവിന് യോഗ്യതയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പാവിയായ ഒരു മനുഷ്യൻ ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. എനിക്ക് വചനം പറയാൻ യോഗ്യതയില്ലല്ലോ എന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ പാപിയാണെന്ന് കണ്ടെത്താൻ സാധിക്കണം. അഭിമാനിക്കാൻ എനിക്ക് ഒന്നുമില്ല, അഭിമാനകരമായി എടുത്ത് ഉയർത്തി കാണിക്കാൻ എനിക്ക് ഒന്നുമില്ല. സ്തോത്രം. എനിക്കൊരു പാരമ്പര്യമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. എനിക്ക് എൻ്റെ പിതാക്കന്മാരുടെ കാലത്തോ പൂർവികന്മാരുടെ കാലത്തോ എനിക്ക് ഭക്തിയുള്ള ഒരു തലമുറയെ എനിക്ക് കാണാൻ കിട്ടുന്നില്ല. അവരെല്ലാം ഒന്നും അറിയാതെ കടന്നുപോയവരാണ്. അഭിമാനിക്കാനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചിന്ത വരാറുണ്ടോ? അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല. ആകെ എനിക്ക് പറയാനുള്ളത് മാത്രം, യേശുവേ പാപിയായതിനോട് കരുണ തോന്നണമേ. ഒരുപാട് കൂടി പറയാം, മഹാഭാവിയായതിനോട് കരുണ തോന്നണമേ പറയാം. അതേ പറയാനുള്ളൂ. ഹാബേലിന് കിട്ടിയ ഗുണം അതാണ്. ഹാബേലിന് അവന് തന്നിൽ തന്നെ പ്രശംസിക്കാനൊന്നുമില്ല. അവനെപ്പോഴും വിനീതനാണ്, അവനെപ്പോഴും എളിമയുള്ളവനാണ്. അവൻ അപ്പൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, അതിനപ്പുറം ഒന്നും ചിന്തിക്കാനും സാധിക്കുന്നില്ല. അപ്പൻ പറഞ്ഞു, ദൈവം സ്നേഹമാണ് മക്കളെ, ദൈവം സ്നേഹമാണ്. ദൈവം നമുക്ക് രക്ഷപ്പെടാനൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് പോകാൻ നമുക്ക് ഒരവസരം കിട്ടും, സംശയിക്കേണ്ട. നമുക്ക് ദൈവം ഒരവസരം വെച്ചിട്ടുണ്ട്. നമുക്കൊരു നല്ല ഭാവിയുണ്ട്. എത്ര നാളെന്ന് അറിഞ്ഞുകൂടാ, ഒരു ദിവസം ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. എത്ര വർഷം കഴിഞ്ഞാലും ദൈവം തൻ്റെ വാക്ക് മാറുകയില്ല. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്ക് ദൈവം മാറ്റുകയില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വിഷാദിക്കേണ്ട, നിരാശപ്പെടേണ്ട. അതാ വേണമെങ്കിൽ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്കും വിഷമമുണ്ട്, കാരണം ദൈവിക സാദൃശ്യം നഷ്ടപ്പെട്ടു പോയില്ലേ, ദൈവത്തിൻ്റെ തേജസ് ഉരിഞ്ഞു പോയില്ലേ, എനിക്കും വേദനയുണ്ട്. പക്ഷേ എൻ്റെ അബദ്ധം കൊണ്ട് വന്നുപോയതല്ലേ, എനിക്ക് അപകടം പറ്റിപ്പോയതല്ലേ. മക്കളെ, നിങ്ങളും വിഷമിക്കരുത്, നിരാശപ്പെടരുത്. നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. നമുക്ക് കാത്തിരിക്കാം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച തിരക്തത്താൽ പാപമോചനമുണ്ടായെന്ന് പറയുമ്പോൾ പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എപ്പേർപ്പെട്ടവരും ഒരു കാര്യം ഉറച്ചുകൊള്ളുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെല്ലാം താളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം കൊടും ക്രൂര പ്രവൃത്തികൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ലജ്ജാകരമായ പാവങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, നിൻ്റെ ആ തിരുവിലാവ് തുറന്നൊഴുകിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ. നിൻ്റെ തിരുവിലാവ് തുറന്നൊഴുകിയ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവേ, എനിക്കിതിനു മുമ്പാக വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും യോഗ്യതയില്ല. ആ ചുങ്കക്കാരൻ എന്നതുപോലെ ഞാൻ ദൂരെ നിൽക്കുകയാണ്. ദൂരെ നിന്നുകൊണ്ട് അദ്ദേഹം ആ പരീക്ഷ നിൽക്കുന്ന പോലെ അകത്തേക്ക് വരാൻ എനിക്ക് അർഹതയില്ല. ഞാനൊരു മഹാഭാവിയാണ്, ഞാൻ ദ്രവ്യാഗ്രഹിയാണ്. ഞാൻ പലരെയും ഞെക്കിപ്പിഴിഞ്ഞ് രൂപ എടുത്തിട്ടുണ്ട്, ചുങ്കം വാങ്ങിയിട്ടുണ്ട്. ഈ കിട്ടിയ ലൈസൻസ് കൊണ്ട്, എനിക്ക് കിട്ടിയ റോമൻ സർക്കാരിൻ്റെ ആ ലൈസൻസ് കൊണ്ട്, ആ രജിസ്ട്രേഷൻ കൊണ്ട് എനിക്ക് ചുങ്കം പിരിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് ഞാൻ ധാരാളമായി ആളുകളെ ഞെക്കിപ്പിഴിഞ്ഞ് ചുങ്കം പിരിച്ചിട്ട് പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി. എനിക്ക് ന്യായം പറയാൻ ഒരു വകയുമില്ല. പാപിയായതിനോട് കരുണ തോന്നണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ. കർത്താവേ, പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അഭിമാനകരമായി ഒന്നുമില്ലല്ലോ കർത്താവേ, നല്ല കാര്യം ഒന്നുമില്ലല്ലോ എനിക്ക് പറയാൻ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ ബോധം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴും, നിങ്ങൾ താഴും, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവം നിങ്ങളെ ഉയർത്തും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. സ്തോത്രം. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിനയമുള്ളവരാകുവീൻ, നിങ്ങൾ ദരിദ്രരായി തീരുവീൻ. ആത്മാവിൽ ദരിദ്രരായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ. കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഒരുപാട് പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എൻ്റെ തലയിൽ കയറുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹൃദയം എപ്പോഴും കല്ലിച്ച് തന്നെ ഇരിക്കുന്നല്ലോ കർത്താവേ, ഹൃദയം കല്ല് പോലെ ഇരിക്കുന്നു, ഒന്നും പിടികിട്ടുന്നില്ല.
കർത്താവേ, നീ മനസ്സലിഞ്ഞ് ഇപ്പോൾ നിൻ്റെ ആ തിരക്തമുരുടെ കരം എൻ്റെ നേരെ നീട്ടണമേ. കർത്താവേ, എന്നെ നീ സ്നേഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ വെറുത്ത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിൻ്റെ ആ തിരക്തമുരുടെ കരം ഒന്ന് എൻ്റെ നേരെ നീട്ടണമേ. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും യോഗ്യതയില്ല. ആ കരത്തിലുള്ള പരിശുദ്ധ രക്തത്തിലേക്ക് നോക്കാൻ എനിക്ക് യോഗ്യതയില്ല. ആ പുണ്യരക്തത്തെക്കുറിച്ച് മിണ്ടാൻ എനിക്ക് അർഹതയില്ല. എങ്കിലും കർത്താവേ, ഞാനിതാ തിരുവമ്പാവെന്ന് വേദനയോടെ നിൽക്കുന്നു, കുറ്റബോധത്തോടെ നിൽക്കുന്നു, പാവബോധത്തോടെ നിൽക്കുന്നു, തകർന്ന ഹൃദയത്തോടെ നിൽക്കുന്നു. യേശുവെ, തകർന്നു തുടങ്ങിയ ഹൃദയത്തെ നീ നിരസിക്കുകയില്ലല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തകർന്നു തുടങ്ങിയ ഹൃദയത്തോടെ ഇതാ ഈ മഹാഭാവി തിരുവമ്പാവ് വന്നിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിൻ്റെ തൃക്കരനെ തൊട്ടു എന്നുള്ള ഒരു ഉറപ്പോടെ എഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുന്നേൽക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അദൃശ്യകരവിനെ തൊട്ടു എന്നും യേശു ക്രിസ്തുവിൻ്റെ തിരക്തമുള്ള കരവിനെ തൊട്ടു എന്നും അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ആരും മാറി നിൽക്കേണ്ട. ആർക്കും യോഗ്യതയില്ല എന്ന് പറയണ്ട. ഞാൻ മഹാഭാവിയല്ലേ എന്ന് പറയണ്ട. എനിക്ക് യോഗ്യതയില്ലോ എന്ന് പറയണ്ട. എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ എന്ന് പറയണ്ട. നീ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടല്ലോ എന്ന് പറയണ്ട. വേണ്ട, നിങ്ങൾ അതൊന്നും പറയണ്ട. നിങ്ങളിലേക്ക് കർത്താവ് നോക്കുന്നത് മാത്രം. നിങ്ങൾക്ക് എളിമയുണ്ടോ? ഒരു എളിയ ഹൃദയമുണ്ടോ? ഞാൻ പാവി എന്നുള്ളൊരു കാഴ്ചപ്പാട് കിട്ടുന്നുണ്ടോ? ഞാൻ പാവിയാണ്, എനിക്ക് രക്ഷകനുണ്ട് എന്നുള്ള വിശ്വാസം വരുന്നുണ്ടോ? ഞാൻ പാവിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നുള്ള വിശ്വാസമുണ്ടോ? 2000 വർഷം മുമ്പ് ക്രൂസിൽ മരിച്ച് കടന്നുപോയ ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ എൻ്റെ അടുക്കലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അവൻ്റെ കരം എൻ്റെ നേരെ നീട്ടിയിരിക്കുന്നതെന്നും എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ അവൻ ശക്തനാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ നിങ്ങൾ ആ യേശു ക്രിസ്തുവിനെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് നിങ്ങൾ താഴ്ത്തി വയ്ക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തു അരികത്ത് വന്നിരിക്കുകയാണ്. ക്രിസ്തുങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും നോക്കുകയാണ്. ഓരോരുത്തർ അരികത്ത് ഒന്ന് കരം ഉയർത്തുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് യേശുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശു രാജാ, എന്നെ തുടരണമേ നിങ്ങൾ പറയൂ. ഹല്ലേലൂയ. യേശു രാജാ, അതിരാജ, എന്നെ തുടരണമേ നിങ്ങൾ പറയൂ. യേശുവേ നായക, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയൂ. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയൂ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറയൂ. യേശു ക്രിസ്തുവിന് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറയുന്ന ആ ശബ്ദം എനിക്ക് കേൾക്കണം കർത്താവേ എന്ന് പറയൂ. തുങ്കക്കാരനോ ദൂരെ നിന്നു. ദൈവത്തിന് സ്തോത്രം. അകത്തുടക്കാൻ പേടിച്ചു നിന്നു. അവനറിയാം ഞാൻ യോഗ്യനല്ല എന്ന്. അവനറിയാം ഞാൻ അർഹനല്ല. എനിക്കിപ്പോൾ ദേവാലയ പരിസരത്ത് വരുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആ നിൽക്കുന്ന ആ മഹാനായ നീതിമാനെ പോലെ അവിടെ ഒന്ന് നിൽക്കാൻ എനിക്ക് അർഹതയില്ല. സ്തോത്രം. നോക്കൂ, അതാണ് താഴ്മ, അതാണ് എളിമ. പുറമെ വിനയം ഭാവിക്കുന്നതല്ല, അകമേ ആ ഒരു ഒന്നുമില്ലായ്മ റിയലൈസ് ചെയ്യുക. എൻ്റെ നത്തിങ്നെസ് അഡ്മിറ്റ് ചെയ്യുക. എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ അങ്ങ് അഡ്മിറ്റ് ചെയ്യുക, അങ്ങ് സമ്മതിച്ചു കൊടുക്കുക. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയർ ഈസ് ദ റിയലൈസേഷൻ ആൻഡ് അഡ്മിറ്റൻസ് ഓഫ് മൈ സിൻഫുൾ നേച്ചർ. സ്തോത്രം. എൻ്റെ പാപപ്രകൃതിയെക്കുറിച്ചുള്ള റിയലൈസേഷൻ, ആ ഒരു ബോധ്യം, എൻ്റെ അഡ്മിറ്റൻസ്, അതൊരു അംഗീകാരം. ഞാൻ പാവിയാണെന്നുള്ള ആ ഒരു ബോധ്യം വന്നാൽ അതാണ് പ്രയർ, അതാണ് പ്രാർത്ഥന. അല്ലാതെ നിങ്ങൾ ഏറെ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും പ്രാർത്ഥനയാവില്ല. കുറേ നേരം വേദവസം വായിച്ചുകൊണ്ടിരുന്നാലും പ്രാർത്ഥനയാവില്ല. ഇരിക്കാം, വേദവസം വായിക്കാൻ കേട്ടോ, തെറ്റല്ല, തീർച്ചയായും വായിക്കണമല്ലോ, സ്തുതിക്കണം. പക്ഷേ ഇതെല്ലാം അർത്ഥവത്തായി തീരണമെങ്കിൽ ഒരു എളിയ ഹൃദയം ലഭിക്കുക. സ്തോത്രം. പാവം ചുങ്കക്കാരൻ നാം വായിക്കുന്ന എന്താണ്? ആ ഉമ്മയുടെ അവസാനത്തിൽ കർത്താവ് പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. അവന് നീതീകരണം കിട്ടി. അവൻ കുറ്റവാളിയാണ്, പക്ഷേ അവൻ നീതീകരണം കിട്ടി. അവനെ നീതിമാനായിട്ട് ദൈവം എണ്ണി. അതാണ്, ദൈവം കണക്കാക്കി, നീതിമാനായിട്ട് എണ്ണി. അവനെ ദൈവം എണ്ണി എന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെയാണ് ദൈവം കൗണ്ട് ചെയ്തത്. ദൈവം റെക്കൺ ചെയ്തത് അങ്ങനെയാണ്. റെക്കൺ എന്നുള്ള വാക്ക് ഏറ്റവും നല്ലത്. അവനെ ദൈവം റെക്കൺ ചെയ്തത്, അവൻ ദൈവം കണക്കാക്കിയത് നീതിമാനായിട്ടാണ്. പാവിയല്ലേ? ആണ്. മനുഷ്യർ പറയും, ഇത് കണ്ടില്ലേ ആ ചുങ്കക്കാരൻ മഹാദ്രവ്യാഗ്രഹി മനുഷ്യർ പറയും. പക്ഷേ അവന് കിട്ടിയ ഭാഗ്യം എന്താണ്? സ്വർഗത്തിലെ ദൈവം എന്നെ നീതിമാനായിട്ട് കാണുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ നീതീകരിച്ചു. അതിന് ഞാൻ കൊടുത്ത വിലയോ? ഒന്നും കൊടുത്തില്ല. ഞാൻ ഒന്നും കൊടുത്ത 0. ഞാൻ കൊടുത്ത വില 0. എന്നെ നീതിമാനാക്കാൻ ഞാൻ ഒന്നും കൊടുത്തില്ല. അവനെന്ത് ചെയ്തു? അവൻ രക്തം മുഴുവൻ എനിക്ക് വേണ്ടി ഊറ്റി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവനെ എനിക്ക് തന്നു. ഇപ്പോൾ ഞാനില്ല, അവനാണ് എൻ്റെ ഉള്ളിൽ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നീതിമാനാണ്. ഇപ്പം ഞാനില്ലാതായി അവൻ എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ നീതിമാനായി. സ്തോത്രം. ഫോളോ, നിങ്ങൾ മനസ്സിലാകുന്നു? സ്തോത്രം. ഞാൻ നീതി കെട്ടവനാണ്,
പക്ഷേ നീതിമാനായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് അവനോട് ശ്വാസം ഉറപ്പിച്ചപ്പോൾ ഞാൻ നീതിമാനായി തീർന്നു. ദൈവം എനിക്ക് നീതീകരണം തന്നു, ജസ്റ്റിഫിക്കേഷൻ തന്നു. ദൈവം എനിക്ക് നീതീകരണം തന്നു, എന്നെ നീതിമാനാക്കി കണക്കാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണത്? അത് റോമർ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, നമ്മെ ദൈവം കണക്കാക്കുന്നു. എങ്ങനെ റെക്കൺ ചെയ്യുന്നു? ദൈവം നമ്മെ റെക്കൺ ചെയ്യുന്നത് എങ്ങനെയെന്ന്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നിങ്ങളിൽ തന്നെ നിങ്ങൾ റെക്കൺ ചെയ്യുവീൻ, നിങ്ങളെ തന്നെ എണ്ണുവീൻ, നിങ്ങളെ തന്നെ കണക്കാക്കുവീൻ. എങ്ങനെയാണ്? ഔവണ്ണം 6-ാം അധ്യായം 11-ാം വാക്യം. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി, ഡെഡ് അൺടു സിൻ, പാപത്തിന് മരിച്ചു. ഒരു ഡെഡ് ബോഡി വെച്ചിരിക്കുന്നു. ആൾ ജീവിച്ചിരുന്ന കാലത്ത് നല്ല മദ്യപാനിയായിരുന്നു. മദ്യം കാണുമ്പോൾ ഉള്ളം കുളിർക്കുമായിരുന്നു. മദ്യം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാകുമായിരുന്നു. പക്ഷേ ആൾ മരിച്ചു. ഇപ്പോൾ മദ്യം കൊണ്ട് വെച്ചാലും അനക്കമില്ല. എത്ര വില കൂടിയ മദ്യം കൊണ്ട് വെച്ചാലും ഫ്രീ ആയിട്ട് കൊടുത്താലും അനക്കമില്ല. ആൾ മരിച്ചുപോയി. പിന്നെ മദ്യം കണ്ടാൽ എങ്ങനെയാണ് അനക്കം വരുന്നത്? പണ്ടാണെങ്കിൽ, ജീവനുള്ള കാലത്താണെങ്കിൽ മദ്യം കണ്ടാൽ വളരെ സന്തോഷം, കിട്ടിയാൽ അതിലേറെ സന്തോഷം. അതുപോലെ തന്നെ അനേകം കാര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, പാപസംബന്ധമായി മരിച്ചു. മരണം 3 തരത്തിലുണ്ട്. 1, പാപത്തിന് മരിക്കുക. 2, പാപത്തിന് വേണ്ടി മരിക്കുക. 3, പാപത്തിൽ മരിക്കുക. പാപസംബന്ധമായി മരിക്കണം. പാപത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചു. ഇല്ല, പാപം കാണാൻ എൻ്റെ കണ്ണ് കൊടുക്കുകയില്ല, കാരണം ആ കണ്ണ് മരിച്ചു കഴിഞ്ഞു. പാപം ചെയ്യാൻ എൻ്റെ കൈ കൊടുക്കുകയില്ല, കാരണം ഈ കൈ മരിച്ചു കഴിഞ്ഞു. പാപം ചിന്തിക്കാൻ എൻ്റെ മനസ്സ് കൊടുക്കുകയില്ല, ഈ മനസ്സ് മരിച്ചു കഴിഞ്ഞു. പാപം ചെയ്യുവാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുക, മോഹിക്കുകയില്ല, ആ മോഹം മരിച്ചു കഴിഞ്ഞു. സ്തോത്രം. അതാണ് സാക്ഷാലുള്ള റിയലൈസേഷൻ, സാക്ഷാലുള്ള സുബോധം. അതാണ് സാക്ഷാൽ. അത് നമുക്ക് ബോധത്തിൽ കിട്ടുന്നത് എങ്ങനെയാണ്? പാപസംബന്ധമായി മരിച്ചു. പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയും എഫേസ്യ ലേഖനം 4-ാം അധ്യായം. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് സാധിക്കുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. നിങ്ങളുടെ എല്ലാ തെറ്റുകളും എല്ലാം ആ ഉരിഞ്ഞു കളയുമ്പോൾ മാറിപ്പോകും. പഴയ മനുഷ്യൻ അങ്ങനെയായിരുന്നു, ശരി, പഴയ മനുഷ്യൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പുതിയ മനുഷ്യനാണ്. പണ്ടങ്ങനെയായിരുന്നു. സക്കായിക്ക് പറയാം. സക്കായി കൊണ്ട് പറഞ്ഞില്ലേ? സക്കായി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ, എൻ്റെ വീട്ടിലേക്ക് ഇനി വരാൻ എനിക്ക് യോഗ്യതയില്ല. കർത്താവ് നടക്കുകയാണ്. കർത്താവ് സക്കായി എന്തെങ്കിലും പാവം ഏറ്റു പറയുന്നുണ്ടെന്ന് കർത്താവ് നോക്കിയില്ല. പാവം എന്തെങ്കിലും ഏറ്റു പറയുന്നുണ്ടെന്ന് നോക്കിയില്ല. ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു, ഇന്നോട് ഞാൻ അനേകരോട് ഞാൻ രൂപ തർക്കിച്ച് വാങ്ങിച്ചു, ഞാൻ വിലപേശി വാങ്ങിച്ചു. സക്കായി ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഒന്നും ചോദിച്ചതുമില്ല. കർത്താവ് ഞാൻ ഒരു തീരുമാനം എടുക്കുക. പഴയ സക്കായി മരിച്ചു കർത്താവേ. ആ പഴയ സക്കായി കുറേയേറെ തെറ്റുകളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഞാൻ സ്വത്തിൻ്റെ പാതിയും ദരിദ്രർക്ക് കൊടുക്കുകയാണ്. എനിക്ക് ഉള്ളതിൽ ഞാൻ തെറ്റായി വാങ്ങി സമ്പാദിച്ചതിൽ 4 ഇരട്ടി പകരം കൊടുക്കുകയാണ്. ഞാൻ പുതിയ മനുഷ്യനായി. ദൈവം അവിടെ നീതീകരണം കൊടുത്തു. ദൈവം സക്കായി നീതീകരണം കൊടുത്തു. ഇവന് അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ചുങ്കക്കാരനും അങ്ങനെയാണ്. പാവിയായതിനോട് കണ്ടു തോന്നണമേ. ഞാൻ പഴയ മനുഷ്യൻ മരിച്ചു, പഴയത് തീർന്നു, പഴയതില്ല, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് വരുന്നുണ്ടോ? അതാണ് റിയലൈസേഷൻ എന്നുള്ള വാക്യം പിന്നെ പറയുന്നത്. ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് വരുന്നുണ്ടോ? പഴയ മനുഷ്യൻ തീർന്നു എന്നുള്ള ബോധ്യം, പഴയ ചിന്താഗതികൾ മാറി എന്നുള്ള ബോധ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുഖപക്ഷം ഉണ്ടാവില്ല. പിന്നെ ആരോടും നമുക്ക് പക്ഷഭേദം ഉണ്ടാവുകയില്ല. എല്ലാവരോടും കർത്താവ് കാണുന്നത് പോലെ കാണും. ഹല്ലേലൂയ. യേശു നോക്കുന്നത് പോലെ നോക്കും. യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും. യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കും. കാരണം പഴയ മനുഷ്യൻ്റെ പ്രവൃത്തിയെല്ലാം പോയല്ലോ. പഴയ മനുഷ്യനാണെങ്കിൽ മുഖപക്ഷമുള്ള മനുഷ്യനാണ്. പഴയ മനുഷ്യനാണെങ്കിൽ പക്ഷഭേദമുള്ള മനുഷ്യനാണ്. പഴയ മനുഷ്യനാണെങ്കിൽ ദ്രവ്യാഗ്രഹമുള്ള മനുഷ്യനാണ്. പഴയ മനുഷ്യനാണെങ്കിൽ പാപിയാണ്, അനേകം തെറ്റുകളുള്ള മനുഷ്യനാണ്. പഴയ മനുഷ്യനെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. സ്തോത്രം. എന്നിട്ടോ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഡെഡ് അൺടു സിൻ, പാപത്തിന് മരിക്കുന്നു. എന്നാൽ പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ പാപത്തിന് മരിക്കുന്നു. എന്നാൽ പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ പാപത്തിൽ മരിക്കുന്നവരുണ്ട്. പാപത്തിൽ മരിക്കുന്നവർ
ഡെഡ് ഇൻ സിൻ പാപത്തിൽ മരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങൾ പാപത്താൽ മരിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. ഇവിടെ കിട്ടിയോ? പാപത്തിന് വേണ്ടി മരിക്കുന്നു, പാപത്തിന് മരിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. എന്താണത്? പാപത്തിൽ മരിക്കുന്നു. പാപം ചെയ്ത് ആത്മാവ് മരിച്ചു പോകുന്നു, പാപത്തിൽ മരിക്കുന്നു. ഇന്ന് അനേകം ആളുകളും പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. അനേകം ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ വിധിക്കുകയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ വിധിക്കാൻ ഞാൻ ആര്? പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾ അനേകം പേര് ജീവനില്ലാത്തവരാണെന്ന്. സ്തോത്രം. എൻ്റെ യേശു പറയുന്നു, നിങ്ങൾ അനേകം പേര് ജീവനിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അനേകം പേരും ജീവനിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന്. അനേകം പേര് ഇപ്പോഴും തങ്ങളുടെ പ്രാർത്ഥനയും നമസ്കാരവുമെല്ലാമായിട്ട് അങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ് എന്ന്. ഭൗതികമായ താല്പര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കഴിയുകയാണ് എന്ന്. സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപം സംബന്ധിച്ച് നാം മരിക്കണം. പാപത്തിൽ മരിക്കരുത്. പാപത്തിൽ വിളിച്ച് കിടന്നവരെ പാപത്തിന് മരിക്കണം. പാപത്തിന് ശമ്പളം മരണം അത്രേ. പാപം ചെയ്താൽ മരിക്കും, ആത്മാവ് മരിക്കും. ആദാം പാപം ചെയ്തതിന് ശേഷം 930 വർഷം ജീവിച്ചിരുന്നല്ലോ. ശരീരം ജീവിച്ചിരുന്നു, പക്ഷേ ആത്മാവ് ഡെഡായിപ്പോയി. അതുകൊണ്ട് പാതാളത്തിലേക്ക് പോയത്. ആദാം മരിച്ചതിന് ശേഷം പാതാളത്തിലേക്ക് പോയി. ശരീരപ്രകാരം ജീവിച്ചു, പക്ഷേ ആത്മാവ് മരിച്ചു. പിന്നെ ജീവിക്കുന്നപ്പോഴാണ് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മരിച്ചവരുടെയിൽ ആദാമിനെ തേടി ചെന്നു. ആദാമിനെ കണ്ടു, തട്ടി ഉണർത്തി. ആദാമേ, നീ ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആദാമേ, നീ ഭയപ്പെടേണ്ട, നീ ഖേദിക്കേണ്ട. നിന്റെ പാവത്തെ ഓർത്ത് ഇനിയും നിന്റെ പാവത്തെ ഓർത്ത് ഇനിയും നിരാശപ്പെടേണ്ട. ഞാനെല്ലാം ചെയ്തിരിക്കുന്നു. നീ ഏൽക്കേണ്ട അടിയിൽ ഞാൻ സ്വന്തമായിട്ട് ഏറ്റുവാങ്ങി. നീ കുറ്റം ചെയ്തതിനായി ഞാൻ ശിക്ഷയേറ്റു. എൻ്റെ രക്തം സകല പാപം പോക്ക് ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. പാപത്തിൽ മരിച്ചു കിടക്കുന്നവരെ, പാപത്തിന് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ കാണുമ്പോൾ അവർ പാപത്തിന് മരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, പാപത്തിൽ മരിച്ചു കിടക്കുന്നവർ പാപത്തിന് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ കാണുമ്പോൾ, വിശ്വസിക്കുമ്പോൾ പാപത്തിന് മരിക്കുന്നതായി തീരും. പഴയ മനുഷ്യൻ മാറും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടട്ടെ പ്രിയപ്പെട്ടവരെ. പാപത്തിന് മരിച്ചു എന്നുള്ള ഭാഗ്യം കിട്ടട്ടെ. കഴിഞ്ഞതെല്ലാം തീർന്നു കർത്താവേ, തീർന്നു, ഇനിയില്ല. അതെല്ലാം ഇവിടെ ഫുൾ സ്റ്റോപ്പ്. എല്ലാം വിട്ടു. വേണ്ട, ഇനി വേണ്ട. പഴയ പ്രകൃതി വേണ്ട, പഴയ ആളത്വം വേണ്ട, പഴയ ചിന്താഗതി വേണ്ട, പഴയ മനോഭാവം വേണ്ട. ആകെ ഒന്ന് മാത്രം. യേശുവേ, എന്നെ സ്നേഹിക്കുന്ന നീ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ മതി. വേറൊന്നും എനിക്ക് വേണ്ട. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, എന്നെ സ്നേഹിച്ച് കുറ്റമില്ലാത്ത രക്തം ചിന്തി യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നാൽ മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നീ ഉണ്ടെങ്കിൽ അവിടെ രോഗസൗഖ്യമുണ്ട്. നീ ഉണ്ടെങ്കിൽ അവിടെ പാപവേദനകൾ അഴിയും. നീ ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. നീ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. യേശുവേ, നീ ഉണ്ടെങ്കിൽ സമാധാനം നിറവടിയായി വരും. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നീ ഉണ്ടെങ്കിൽ രക്ഷയുണ്ട്. നീ ഉണ്ടെങ്കിൽ നിത്യജീവനുണ്ട്. നീ ഉണ്ടെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാനിതാ എന്നെ നിൻ്റെ തൃക്കൈകളിലേക്ക് ഇതാ വിട്ടുതരുന്നു. ഹല്ലേലൂയ. എടുത്തുകൊള്ളുക പ്രിയനെ, എടുത്തുകൊള്ളുക. രക്ഷക, എടുത്തുകൊള്ളുക. എന്നെ സ്വീകരിച്ചുകൊള്ളുക. എൻ്റെ മേൽ നിൻ്റെ കരം വെച്ചുകൊള്ളുക. നീ എന്നെ കൈക്കൊള്ളുക. നിൻ്റെ തിരുമാറോട് അണച്ചുകൊള്ളുക. നാഥാ, ഞാൻ എന്നെ നിനക്ക് തന്നിരിക്കുകയാണ്. എന്നെ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. എന്നീ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. പാപത്തിന് മരിച്ചവരായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ മനുഷ്യരായി തീരുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും വിശ്വാസികളാക്കി മാറ്റണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.